തൃക്കേട്ട നാളുകാരെ സംബന്ധിച്ച് ഈ 2024 ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വർഷാരംഭത്തിൽ വ്യാഴം മേടൻ രാശിയിൽ, ശനി കുംഭരാശിയിൽ, രാഹു മീനൻ രാശിയിൽ, ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി. നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമാണ് പൊതുവെ ഫലങ്ങൾ. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളോ പ്രതികൂല സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം അനുഭവപ്പെടാം. എന്നാൽ വളരെ ഊർജിതമായി ശ്രമം തുടരുക. അധികം വൈകാതെ ആഗ്രഹിച്ച രീതിയിൽ ജോലി ലഭിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും തുടക്കത്തിൽ തടസ്സങ്ങളും പ്രതികൂലാവസ്ഥകളും ഉണ്ടാകാം. എന്നാൽ വളരെ കാര്യമായി തന്നെ നിങ്ങളുടെ ശ്രമം തുടരുക. വിവിധ മേഖലകളിൽ സ്വന്തമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പല രൂപത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നേക്കാം. സാമ്പത്തികമായ നഷ്ടങ്ങൾക്കിടയുണ്ട്. അപ്പോൾ നിങ്ങൾ സാഹചര്യങ്ങളെ വളരെ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി നഷ്ടങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പരിശ്രമിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. കച്ചവടക്കാരെ സംബന്ധിച്ച് നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഔദ്യോഗിക രംഗങ്ങളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും സമയം ഗുണദോഷ സമ്മിശ്രമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ നന്നായി ആലോചിച്ച് തന്നെ ചെയ്ത് മുമ്പോട്ട് പോവുക. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ കുറെ കൂടി ജാഗ്രത ആവശ്യമുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളുടേതായ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് കൂടുതൽ സൂക്ഷ്മവും വിശദവുമായ വസ്തുതകൾ അറിയുന്നതിന് സമഗ്രമായ രാശി ചിന്ത ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. നമ്മൾ വാർഷിക ഫലങ്ങൾ, പ്രധാനപ്പെട്ട വിഷുഫലം, പുതുവത്സര ഫലങ്ങൾ, ഇങ്ങനെയുള്ള ജ്യോതിഷ ഫലങ്ങൾ നിരൂപണം ചെയ്യുമ്പോൾ ദീർഘകാലം ഒരു രാശിയിൽ തുടരുന്ന വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് കൂടുതലും നിർണയങ്ങൾ എടുക്കുക. ശനിയും വ്യാഴവും രാഹു കേതുക്കളുമാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത്. ശനി ശരാശരി 2.5 വർഷക്കാലവും, വ്യാഴം ശരാശരി 1 വർഷക്കാലവും, രാഹുകേതുക്കൾ ശരാശരി 1.5 വർഷക്കാലവും ഒരു രാശിയിൽ തുടരുന്നതാണ്. വർഷം ആരംഭിക്കുമ്പോൾ വ്യാഴം മേടം രാശിയിൽ രാഹുവുമായിട്ട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ഈ 1199 ആരംഭകാലത്ത് ഒക്ടോബർ 30 രാഹു മേടൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ജനുവരിയുടെ ആരംഭത്തിൽ മേടം രാശിയിൽ വ്യാഴവും മീനം രാശിയിൽ രാഹു, കുംഭരാശിയിൽ ശനി, കന്നി രാശിയിൽ കേതു, ഇതാണ് ഗ്രഹസ്ഥിതി.